ഹായ്, ഞാൻ ദേവദത്ത. ഇന്ന് ഞാൻ ബച്പൻ ചാപ്റ്ററിലത്തെ 3rd പാർട്ടാണ്, അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. याद रहे उन दिनों कुछ घरों में ग्रामोफोन थे, रेडियो और टेलीविजन नहीं थे. हमारे बचपन की कुल्फी आइसक्रीम हो गई है, कचौड़ी समोसा पार्टीज में बदल गया है, शहतूत और फल से और खसखस के शरबत കോക്ക് പെപ്സി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃഷ്ണ സൗപതി ഇങ്ങനെ പറഞ്ഞു അവരുടെ കുട്ടിക്കാലത്തിലും നമ്മുടെ ഈ കുട്ടിക്കാലത്തിലും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ കാലങ്ങളിൽ അവർക്ക് ഗ്രാമഫോൺ ഉണ്ടായിരുന്നു, റേഡിയോയും ടെലിവിഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹമാരെ ബച്പൻ കി കുൽഫി ഐസ്ക്രീം ഹോ ഗയി ഹെ. അവരുടെ കാലങ്ങളിൽ കുൽഫി ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായിരുന്നത്. കച്ചൗടി ഓർ സമോസ പാർട്ടീസ് മേ ബദൽ ഗയാ ഹെ. അപ്പൊ എന്തായിരുന്നു, കുൽഫി ഐസ്ക്രീം കുൽഫി ആയിരുന്നു അവർക്ക് അന്ന് ഉണ്ടായിരുന്നത്, ഇപ്പൊ അത് ഐസ്ക്രീം ആയിട്ട് മാറി. പിന്നെ അന്ന് കച്ചൗടി സമോസ എന്താന്ന് വെച്ചാൽ ഒരു പൂരി ഇല്ലേ, അതാണ്. അതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങൊക്കെ നിറച്ച് അങ്ങനത്തെ ഒക്കെ കുറെ വെജിറ്റബിൾസ് ഒക്കെ നിറച്ച ആ ഒരു സ്നാക്കാണ്. അപ്പൊ അതിപ്പോ നിങ്ങൾക്ക് പപ്സ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാറുള്ള ആ പപ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത്. ഷഹതൂത്ത്, ഫൽസി ഓർ ഖസ്ഖസ്, ഇത് മൂന്നും ഒരു ഫ്രൂട്ടാണ്. അതിന്റെ ഷർബത്ത് ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ഇപ്പോ കൊക്കക്കോള പെപ്സി, കോക്ക് എന്ന് വെച്ചാൽ കൊക്കക്കോള, പെപ്സി ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഉൻ ദിനോ കോക്ക് നെഹി, ലെമനേഡ് വിമട്ടോ മിൽത്തി थी. ആ കാലങ്ങളിൽ, ഉൻ ദിനം എന്ന് വെച്ചാൽ ആ കാലങ്ങളിൽ കോക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു, കൊക്കക്കോള ഒന്നും ഉണ്ടായിരുന്നില്ല. ലെമണേഡും പിന്നെ വിമട്ടോ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. शिमला और नई दिल्ली में बड़े हुए बच्चों को वेंगरस और टेविको रेस्तरां की चॉकलेट में पेस्ट्री मजा देने वाली होती. शिमല और नई दिल्ली, ഷിംല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പിന്നെ നൈ ദില്ലി എന്ന് വെച്ചാൽ ന്യൂഡൽഹി, നൈ എന്ന് വെച്ചാൽ ന്യൂ. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഒരു വെങ്കരാസ് ഓർ ടെവിക്കോ റെസ്റ്റോറം എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലത്തെ ചോക്ലേറ്റും പേസ്ട്രിയും നല്ല ഈസി ആയിട്ട് കിട്ടുമായിരുന്നു, കാരണം അവരുടെ വീട് അടുത്തായതുകൊണ്ട്. ഹം ഭായ് ബഹനോं की ड्यूटी लगती है ഷിംല മാൾ സെ ബ്രൗൺ ബ്രെഡ് ലാനെ കി. സഹോദരികളുടെയും സഹോദരന്മാരുടെയും ഒക്കെ ഡ്യൂട്ടി ആയിരുന്നു അന്നത്തെ ഷിംല മാളിൽ പോയിട്ട് ബ്രൗൺ ബ്രെഡ് വാങ്ങിക്കുന്നത്. ഹമാര ഘർ മാൾ സെ ജ്യാദാ ദൂർ നഹി ഥാ. ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു മാള്, അത്ര ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണ സോബതിയാണ് പറയുന്നത്. എക് ചോട്ടി സി ചടായി ഓർ ഖിർജ മൈദാൻ പഹുഞ്ച് ജാത്തെ, വഹാം സെ ഏക് ഉത്തരാത്തെ ഓർ മാൾ പർ. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് മാളിലേക്ക് പോകാനുള്ള ആ ഒരു വേ, അതാണ് പറയുന്നത്. എക് ചോട്ടി സി ചടായി എന്ന് വെച്ചാൽ കയറ്റം, ഒരു കുഞ്ഞു കയറ്റം കയറിയിട്ട് ഖിർജ മൈദാൻ, എന്താന്ന് വെച്ചാൽ അതൊരു മൈതാനാണ്. ഖിർജ എന്ന് വെച്ചാൽ ആ പേരാണ്, ആ മൈതാനത്തിന്റെ പേര്. അവിടെ എത്തിയിട്ട് എക് ഉത്തരാത്തെ ഓർ മാൾ പർ. ഉത്തരായി എന്ന് വെച്ചാൽ ഇറക്കം, ഉത്തരാത്തെ ഇറങ്ങിയിട്ട്. അപ്പോ ഒരു ആ മാളുണ്ട്, അവിടെയുണ്ട്. കൺഫെഷനറി കൗണ്ടർ पर तरह तरह पेस्ट्री और चॉकलेट की खुशबू मन भावनी. ഈ കൺഫെഷനറി കൗണ്ടറിൽ അവരിങ്ങനെ ഈ ബ്രൗൺ ബ്രെഡ് വാങ്ങിക്കാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കൺഫെഷനറി കൗണ്ടറിലാണെങ്കിൽ പല പല കേക്കും പേസ്ട്രി സെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടുത്തെ ആ മണം കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ആ ഒരു മണം നല്ലതാണ്. കാരണം അവർക്ക് അന്നൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അന്നൊക്കെ ആ മണമൊക്കെ വരുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഒരു കൊതി, അതാണ് ഇതിൽ പറയുന്നത്. ഹം ഹഫ്തെ മേ ഏക് ബാർ ചോക്ലേറ്റ് ഖരീദനെ की छूट थी, सबसे ज्यादा मेरे पास ही चॉकलेट टॉफी का स्टॉकिंग रहता.
അന്നൊക്കെ ഹഫ്തേ എന്ന് വെച്ച വീക്ക്, ഒരു വീക്കില് ഏതെങ്കിലും ഒരു ദിവസം ഒരു ചോക്ലേറ്റ് കഴിക്കാം. അപ്പോ ज़्यादा मेरे पास ही ചോക്ലേറ്റ് ടോഫി കാ സ്റ്റോക്കിംഗ് रहता. ഈ കൃഷ്ണ സൗബതി ആണെങ്കിൽ ടോഫി ചോക്ലേറ്റ് എല്ലാം കൂട്ടി വെക്കും, അവര് സ്റ്റോക്ക് ചെയ്ത് വെക്കും. हमें हफ्ते में एक बार ചോക്ലേറ്റ് खरीदने की छूट थी. നേരത്തെ പറഞ്ഞ പോലെ ഒരു വീക്കില് ഒരു ചോക്ലേറ്റ് കഴിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. सबसे ज्यादा मेरे पास ही, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം ചോക്ലേറ്റ് ടോഫി എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് मैं ചോക്ലേറ്റ് लेकर खड़े खड़े कभी न खाते. ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിയുമ്പോൾ അപ്പ തന്നെ കഴിക്കില്ല, അവിടെ നിന്നുകൊണ്ട് തന്നെ കഴിക്കില്ല, അതിന്റെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. घर लौटकर साइड बोर्ड पर रख देती और रात के खाने के बाद बिस्तर में लेकर मजा ले खाते. അപ്പൊ ഇതിൽ പറയുന്നത് സൈഡ് ബോർഡ്, ബെഡിന്റെ ഈ സൈഡ് ബോർഡിൽ അവിടെ ആ ഇത് വെച്ചിട്ടുണ്ടാവും, ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞ്, രാത് കെ ഖാന എന്ന് വെച്ചാൽ എന്താ, ഡിന്നർ, രാത്രി കഴിക്കുന്ന ഭക്ഷണം. ഡിന്നർ കഴിച്ചിട്ട് അവിടെ ബെഡിലിരുന്ന് നല്ല ഇൻട്രസ്റ്റോട് കൂടി നല്ല ആസ്വദിച്ച് അത് കഴിക്കും. शिमला के काफल भी बहुत याद आते हैं. ഷിംല കെ കാഫൽ, ഷിംല ആ റീജിയണിലത്തെ കാഫൽ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് നല്ല ഒരു ഓർമ്മ ഉണ്ടെന്ന് പറയാണ് കൃഷ്ണ സൗബതി. ഖട്ടെ മീട്ടെ, കുറച്ച് ബിറ്ററും ആണ്, കുറച്ച് സ്വീറ്റും ആണ്, കുറച്ച് സോറും ഉണ്ടെന്ന്. ബിറ്റർ അല്ല കേട്ടോ. കുച്ച് ഏകദം ലാൽ കുച്ച് ഗുലാബി, കുറച്ച് ഏകദം ലാൽ, ഏകദം എന്ന് വെച്ചാൽ നല്ല കട്ടായിട്ടുള്ള ഒരു റെഡ് കളറും കുറച്ച് ഓറഞ്ചിഷ് കളറുമായിട്ട്. റസ്ബെറി, കസ്മൽ, ഇതൊക്കെ ഓരോ വാക്കുകളാണ്. അടിപൊളി, കിടിലൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ വാക്കുകൾ. സോച്കർ ഹി മുഹ്മേ പാനി ഭർ ആയ, അതങ്ങോട്ട് ഓർക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ നാവില് വെള്ളം ഓറുമെന്ന് പറയാറില്ലേ, അതേപോലെ നാവില് വെള്ളം ഓറുമെന്ന് കൃഷ്ണ സൗബതിയും പറയാണ്. चेस्टनट एक और गज़ब की चीज, आग पर भूने जाते और फिर छिलके उतराकर मुंह में. ചെസ്നട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു അന്ന്. അതാണെങ്കിൽ ആഗ് എന്ന് വെച്ചാൽ എന്താ, ഫയറില് ചുട്ടെടുത്തിട്ട് അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് അങ്ങനെയാണ് ആ ചെസ്നട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ട് കഴിച്ചിരുന്നത്. ചനെ जोर गरम और अनारदाने का चूर्ण हो, चने जोर गरम की पुड़िया जो तब थी. ഇതിൽ പറയുന്നുണ്ട് ചനെ जोर गरम की अनारदाने का चूर्ण. അപ്പൊ ഇതില് കടല, പൊരി അങ്ങനത്തെയൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു അന്ന്. പിന്നെ പുടിയ എന്ന് വെച്ചാൽ ചെറിയ പൊതിയില്ലേ, അതാണ് പുടിയ. അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നു, ആ പാക്കിങ് ചെയ്യുന്ന ഒരു സ്റ്റൈല്. വഹ് അബ് ബി നസർ ആത്തി ഹൈ, അതിപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിപ്പോ ഹോമിയോ മരുന്നൊക്കെ വാങ്ങിക്കാൻ നേരത്തെ ഇതിനു മുമ്പ് ഒരു പൊതി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ പൊതി, ഒരു ആ മരുന്ന് ക്രഷൊക്കെ ചെയ്ത് ഒരു പൊതി ഉണ്ടാക്കില്ലേ, അത് തന്നെ. പുരാനെ കാഗ്സോ से बनाई हुए इस पुड़िया में मेरा हाथ का कमाल है. ഇത് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കഴിവാണെന്നാണ് പറയുന്നത്. കാരണം അതിന് ഭയങ്കര കൈചലനങ്ങൾ ഉണ്ട്, അതൊരു വലിയൊരു ടാലന്റ് ആണെന്നാണ് പറയുന്നത്. നല്ലൊരു പ്രാക്ടീസ് വേണം അത് ചെയ്യണമെങ്കിൽ. नीचे से तिरछी लपेटे
हुए ऊपर से इतनी चौड़ी कि चने आसानी से हथेली पर पहुंच गए. ഈ നമ്മൾ കപ്പലണ്ടി ഒക്കെ വാങ്ങിക്കാൻ നേരത്ത് അതിനകത്തൊരു കോൺ ഷേപ്പ് പോലെയല്ലേ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാ, മോള് നല്ല വിട്ട് കൂടിയതും താഴെ വിട്ട് കുറഞ്ഞതുമായിട്ടാണ് ഇത് റോൾ ചെയ്ത് പോണത്. അത് തന്നെ. एक वक्त था जब फिल्म का गाना चना जोर गरम बाबू में लया मजेदार चना जोर गरम. ഇതില് ഒരു ഫിലിമിലത്തെ പാട്ടാണിത്. ഈ ചന ജോർ ഗരം ബാബു മേം ലയ മസേദാർ ചന ജോർ ഗരം, ഇതൊരു പാട്ടാണ്. ഉൻ ദിനോं സ്കൂൾ സെ ഹർ ബച്ചോ കോ ആതാ ഹൈ. ആ കാലങ്ങളിൽ ഒരു സ്കൂളിലത്തെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു പാട്ട് അറിയാം. കുച്ച് ബച്ചെ പുടിയ പർ തേസ് മസാല ബുക്കാർ വാതെ. അന്നൊക്കെ ഈ കപ്പലണ്ടി അങ്ങനത്തെ പല സംഭവങ്ങളും വാങ്ങിക്കുമ്പോൾ കൂടുതൽ മസാല അവർ ചേർക്കുമായിരുന്നു കുട്ടികൾ. പൂരാ ഗിർജ മൈതാൻ ഘൂമനെ തക് യഹ് പുടിയ ചലത്തെ. ഈ ഗിർജ മൈതാൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മാളിലേക്ക് പോണ ആ വഴി. അപ്പൊ ആ ഗിർജ മൈതാനത്തിൽ കൂടെ നടക്കുവാണെങ്കിൽ ആ ഫുള്ള് ആ കടല അത് ഫുള്ള് തീർന്നു പോകും. കാരണം എന്താ, അത് അത്രയും ലെങ്ത് ഉള്ള ഒരു മൈതാനമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. एक एक चना पापड़ी मुंह में डालने और कदम उठाने में एक खास ही लय रफ्तार थी. ഇത് കഴിക്കുമ്പോൾ എന്താണ്, മറ്റേ ചന പാപ്പടി അതൊരു സ്നാക്കാണ്. അത് കഴിക്കുമ്പോൾ അത് ഇങ്ങനെ കഴിച്ചോണ്ട് ഈ ഗിർജ മൈതാനത്തിലേക്കൊക്കെ ഇങ്ങനെ നടന്ന് അത് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. നമ്മളിങ്ങനെ ചിലവർ കപ്പലണ്ടി കഴിക്കുന്നത് ഇങ്ങനെ തൊണ്ടൊക്കെ പൊളിച്ച് പയ്യെ ഒക്കെ ക്രഷ് ചെയ്ത് അങ്ങനെയാണ് കഴിക്കുന്നത്. ചിലവര് ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ വായിലിടില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണെടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വായിലേക്ക് ഇടുന്ന അത്. एक एक चना पापड़ी मुंह में डालने और कदम उठने में एक खासी लय रफ्तार थी. चुटपन में हमें शिमला रीच पर बहुत मजे किए हैं. ചുട്ട്പൻ വെച്ചാൽ എന്താ, ബച്പൻ തന്നെയാണ് ഈ പറയുന്നത്, ചൈൽഡ്ഹുഡ് എന്നൊക്കെ. ഷിംല റീച്ച് അതൊരു പ്ലേസ് ആണ്. ആ പ്ലേസിൽ പോയി നന്നായിട്ട് ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഷിംല റീച്ച്. ഘോഡോം കി സവാരി കി ഹെ. ഘോഡോം എന്ന് വെച്ചാൽ ഹോഴ്സ് റൈഡിങ് അവിടെയുണ്ട്. शिमला के हर बच्चे को कभी न कभी यह मौका मिल ही जाता था. ഷിംലയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു എന്താണ് ഘോഡോം കി സവാരി ഹോഴ്സ് റൈഡിങ് ചെയ്യാതിരിക്കാൻ വഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ പാർട്ടിൽ ഞാൻ പറയുന്നുള്ളൂ. ഇനി അടുത്ത പാർട്ടിൽ ബാക്കി ഒരു പേജും കൂടെ പറയും. ഇന്നൊരു പേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.